സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 10 വാക്യം 28. പത്രോസ് യേശുവിനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് 10:28 പത്രോസ് യേശുവിനോട് പ്രസ്താവിക്കുന്ന ആ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രസ്താവനയാണ് നാം കേട്ടത്. പത്രോസ് യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾ ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന സകലവും വിട്ട് അങ്ങയെ അനുഗമിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ പത്രോസിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അതിന് മറുപടിയായി യേശു പറഞ്ഞത്, എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരങ്ങളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ പീഡനങ്ങളോടുകൂടെ അഥവാ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും ഇതിലെല്ലാറ്റിലും ഉപരിയായി വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് പറയുവാനിടയായി. ഇവിടെ പത്രോസിൻ്റെ സമർപ്പണത്തിനുള്ള അഥവാ എല്ലാം ത്യജിച്ചുള്ള സമർപ്പണത്തിനുള്ള മറുപടിയാണ് യേശു നൽകുന്നത്. ദൈവം നമ്മെ വിളിച്ചു എന്നുള്ള ആ ഒരു ബോധ്യം, അഥവാ തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ നാം ആ സമയത്ത് മറ്റെന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നാലും അത് ത്യജിക്കുവാനും സുവിശേഷത്തെ പ്രതി ഇറങ്ങിത്തിരിക്കുവാനും ഇടയാകും. ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ അബ്രഹാമിൻ്റെ ജീവിതം. തൻ്റെ പിതാവ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റ് കാശാക്കി അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു കുടുംബത്തിലായിരുന്നു അബ്രഹാം ജനിച്ചത്. എന്നാൽ ഒരിക്കൽ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ ദൈവിക ശുശ്രൂഷയ്ക്കായി ദൈവത്തെ അനുസരിക്കുവാനായി സമ്പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു അബ്രഹാം. അതുകൊണ്ട് തന്നെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. ആത്മീയമായും ഭൗതികമായും അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം നമ്മെ എവിടെ ആക്കിയാലും ദൈവത്തെ അനുഗമിക്കുവാനും നമ്മുടെ താലന്തുകളും നമ്മുടെ വിഭവങ്ങളും ഉപയോഗിച്ച് ദൈവത്തെ സേവിക്കുവാനുള്ള അവൻ്റെ സൗമ്യമായ ആഹ്വാനം നാം അനുസരിച്ച് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീട്ടിലും ഓഫീസിലും അതുപോലെ ജോലിസ്ഥലത്ത് സമൂഹത്തിൽ നമ്മെ ദൈവം ആക്കി വച്ചിരിക്കുന്ന സമസ്ത മേഖലകളിലും നാം വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും സമർപ്പിക്കപ്പെട്ടവരുമാണെന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ എപ്പോഴും ജാഗരൂകരായിരിക്കും. ഒരു കാവൽക്കാരനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ കാവൽക്കാരനോട് അസമയത്തിൽ ചോദിക്കുന്നത്, കാവൽക്കാര, രാത്രി എന്തായി എന്നുള്ളതാണ്. കാവൽക്കാരൻ എപ്പോഴും ഉണർന്നും ജാഗരിച്ചും ഇരിക്കണം. എവിടെ നിന്ന് അസമയത്ത് ഒരു ശബ്ദം കേട്ടാലും അതിന് പ്രതികരിക്കണം. അത് ശത്രുവാണെങ്കിൽ ഉടനെ അറിയിക്കേണ്ടവരെ അറിയിച്ച് അവരെ നേരിടുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണം. ഇതുപോലെയാണ് ഓരോ സമർപ്പിതനും. പ്രത്യേകിച്ച് ക്രിസ്തു വിശ്വാസികളായ നാം ഓരോരുത്തരും കർത്താവിൻ്റെ സുവിശേഷത്തിനായി സമർപ്പിതരാണ്. ആ ബോധ്യത്തോടുകൂടെ ഇന്ന് പോർക്കാലം കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തിരുവചനം കേട്ട എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ.